മിനിറ്റ് ചേട്ടാ പടം കണ്ടിട്ട് പടത്തിന്റെ കാര്യം എന്നായി വേണു സാറേ? നല്ല രസമുണ്ടായിരുന്നു, കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇനിയും രജനീകാന്തിന്റെ ഫാൻസിന് കാണാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും 1000 കോടി അടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താ സമ്മതിച്ചേ? ആണല്ലോ. ഒരു 1 hour കൂടുതൽ ദിവസം തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട്. ലോകേഷിന്റെ സ്ഥിരം സംബോധനയാണോ, വെറൈറ്റി ആണോ? വെറൈറ്റി അല്ല, സ്ഥിരം ഇത് തന്നെയാണ്. പക്ഷെ നമുക്ക് കണ്ടോണ്ടിരിക്കാം, ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കാണാൻ. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? പൊട്ടി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാ കിട്ടേണ്ടത്. എന്തെന്നാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മൾ സിനിമ തുടങ്ങുമ്പോ പേട്ട, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ജയിലറിലെ സീന്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുമ്പോ അണ്ണാത്ത സീന്, ഇങ്ങനെ ഓരോ ഇത് നമ്മൾ ഓരോ സീന് കാണുമ്പോ ഇത് ആ സിനിമയിലുള്ള സീൻ തൂക്കിയല്ലോ നാഥാ. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്. കഥ തിരക്കഥ ലോകിയുടെ കഥ തിരക്കഥ സംഭാഷണം ഉഷ്ണയണ മൂഞ്ചി കൃഷ്ണ. അത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുക. അവനെ ബൂസ്റ്റ് ചെയ്ത് വെച്ചേക്കുക, അവനിക്ക് വേണ്ടിട്ട് മാത്രം എടുത്ത സിനിമ പോലെ. എന്താ പറയാ, അമീർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പാക നിരാശയായി പോയി. നായകൻ നായകനല്ലേ? ആര്? രജനി. ഓപ്പാണ്. പാൻ ഇന്ത്യൻ പവർ ഹൗസ് ലൈറ്റ് ഹൗസ് ആയി, അങ്ങനെ വേണം പറയാം. ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം മാസ്റ്ററായിട്ടാണ് വിചാരിച്ചത്. കൂലി ഇറങ്ങിയതിനു ശേഷം കൂലിയായി. കാരണം നമ്മൾ ഭയങ്കരമായ ഹോപ്പിൽ പ്രതീക്ഷിച്ചു, ഒന്നുമില്ലാതാക്കി കളഞ്ഞു. മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?